നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. കാരണം നമുക്ക് വകയും ഉരുപ്പടി ഇവിടെ ഒന്നിനോട് താല്പര്യമില്ല. നമുക്ക് സമാധാനമായിട്ട് ജീവിച്ച് പോകാത്ത ഒരാളായിരിക്കണം. ഒരു ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോവുകയോ അതിലൊന്നും നമുക്ക് താല്പര്യമുള്ളതല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറം CRP എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് വിനോദേട്ടനെ കാണാനാണ്. 46 വയസ്സാണ്. അത് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ വിനോദേട്ടൻ്റെ പെങ്ങളെ വീടാണ്. ഇവർ 2 സഹോദരന്മാരോടെയാണ് താമസിക്കുന്നത്. വിനോദേട്ടനും അനിയനും, രണ്ടാളും വിവാഹം കഴിഞ്ഞിട്ടില്ല. അനിയനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വിനോദേട്ടൻ വേറെ വീട് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള തറയും കാര്യങ്ങളെല്ലാം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോ ഡ്രൈവറാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ആരും ഇല്ല. അപ്പോൾ തൽക്കാലം നമ്മൾ 2 ആമ്പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഭാവിയിൽ നമുക്കൊരാൾ നമ്മളെ നോക്കാനായിട്ട് ഒരാൾ വേണം. കാരണം നാളെ കാലത്ത് നമുക്ക് ആരും ഇല്ലാതായിപ്പോവും. അപ്പോൾ എനിക്ക് കിടക്കാടമുണ്ട്, വേറെ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളും അനിയനും തന്നെ താമസിക്കുകയാണ്. സൗകര്യമുള്ളത് ഒരു എറണാകുളത്ത്. നിങ്ങളൊരു 3 മക്കളല്ലേ? ഞങ്ങൾ 3 സഹോദരിൻ്റെ വീടാണ് അല്ലേ? പിന്നെ ചെവീൻ്റെ കേൾവീൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ജന്മന ഉള്ളതല്ല, പിന്നീട് വന്നതാണ്. എന്തോ മൂക്കിൽ കൂടെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ ചെവി അടഞ്ഞാൽ ചെയ്യുമല്ലോ, അതുപോലെ എന്തോ ചെയ്തപ്പോൾ ഞരമ്പിന് പ്രശ്നം വന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം കേട്ടോ. ഇങ്ങനെ ശ്വാസം എടുത്ത് ഇതാക്കുന്നില്ല, അപ്പോഴൊക്കെ ചെവീനൊക്കെ ബാധിക്കും കേട്ടോ. അങ്ങനെ ഒരു കേൾവി പ്രശ്നം വന്നിട്ടുണ്ടാക്ക്. നമുക്ക് കൂടുതൽ കാര്യം ചോദിക്കാം. പിന്നെ കേട്ടോ, നമുക്ക് പിന്നെ എങ്ങനെയുള്ള വധുവിനെയാണ് വേണ്ടത്? നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. കാരണം നമുക്ക് വകയും ഉരുപ്പടി ഇവിടെ ഒന്നിനോട് താല്പര്യമില്ല. നമുക്ക് സമാധാനമായിട്ട് ജീവിച്ച് പോകാത്ത ഒരാളായിരിക്കണം. ഒരു ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോവുകയോ അതിലൊന്നും നമുക്ക് താല്പര്യമുള്ളതല്ല. ആദ്യ വിവാഹമല്ലേ? ആദ്യ വിവാഹമല്ല, 2ാം വിവാഹമാണ്. ആദ്യ വിവാഹത്തിൽ ഡൈവോഴ്സ് ചെയ്ത് പോയി. അതിപ്പോൾ വേറൊരു പാർട്ടിയിലൂടെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളുണ്ടോ? 2 വീടുണ്ട്, ഒരു പെണ്ണും ഒരാണും ഉണ്ട്. അത് ആരുടെ കൂടെയാ? അവരവരുടെ കൂടെ തന്നെയാണ്. നിയമപരമായിട്ട് ഡിവോഴ്സ് ആയതാണ്? നിയമപരമായിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം? നമുക്ക് എനിക്കിപ്പോൾ 45 വയസ്സായി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു 40-40 കുഴപ്പമില്ല. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരത്തിലൊന്നും പ്രശ്നമില്ല. എനിക്കിപ്പോൾ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് ജീവിക്കാത്ത ഒരു പ്രശ്നമില്ല. കാരണം റോഡിൽ പോകാനാണെങ്കിൽ, ഒരു ആശുപത്രിയിൽ പോകാനാണെങ്കിൽ എന്ത് കാര്യത്തിലും നല്ല സൗകര്യമുള്ള സ്ഥലമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്. അപ്പോൾ ഈ വരുന്ന വ്യക്തിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഓട്ടോ സ്വന്തം ഓട്ടോ ആണോ? സ്വന്തം വണ്ടിയാണ്. എനിക്ക് ആദ്യം ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ശേഷം 2ാമത് വണ്ടി എടുത്ത്, അതും എൻ്റെ സ്വന്തം പേരിൽ തന്നെ. ഇപ്പോൾ കിടക്കുന്ന വസ്തു എൻ്റെ സ്വന്തം പേരിലാണ്. കിടക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റ് സ്ഥലം? അത് ഒരു 4 സെൻറ്റ് ഉണ്ട്. 4 സെൻറ്റ്. അവിടെ ഇപ്പോൾ ഫൗണ്ടേഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഒരാളിനെ കൊണ്ടുവരാനുള്ള സെറ്റെല്ലാം ചെയ്തതിനു ശേഷം എനിക്ക് വീട് പണി കംപ്ലീറ്റ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പണിയായിട്ട് നിൽക്കുകയാണ് നമ്മൾ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതിൻ്റെ പേരില്ല, അല്ലെങ്കിൽ നമുക്കിതിൽ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കാരണം നാളെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ വസ്തുവും ഈ പറഞ്ഞ എൻ്റെ പല കാര്യങ്ങളും ഇനി ഞാനായിട്ട് കൊണ്ട് നടന്നാൽ അത് പോവും. അത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. അതെ. നമുക്ക് ഒന്ന് മിണ്ടാനും പറയാനായാലും, ഒന്ന് പുറത്ത് പോകാനായാലും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായാലും ആരും ഇല്ല. ഒരു ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഡിവോഴ്സായ ഇതുപോലെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഇപ്പോൾ സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വീട് എടുക്കണം, ഒരു നല്ലൊരു ഭാര്യ വരുമ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി വേഗം അതൊക്കെ സെറ്റാവും അല്ലേ? ഒരു വീട് അതിനുള്ള ഫണ്ടൊക്കെ റെഡിയാണോ വീട് എടുക്കാൻ? എനിക്ക് കുറച്ച് ആൾക്കാർ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ അവസ്ഥയുടെ കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് ആൾക്കാർ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലി ഓട്ടോ പ്രശ്നമില്ല, കുഴപ്പമില്ല. ഓട്ടോ ഒക്കെ ഉണ്ടോ? ഡെയിലി 10,000 2,000 രൂപയ്ക്ക് ഞാൻ വരുമാനം ആയിട്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല, വണ്ടിയുടെ കടങ്ങളും എല്ലാം തീർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൽക്കുകയാണ്. വേറെ ഒരു പ്രശ്നമില്ല ഇനി. അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ. പിന്നെ വിനോദേട്ടാ, നല്ലപോലെ അന്വേഷിക്കണം. ആൾക്കാർ പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല. അപ്പോൾ അന്വേഷിച്ചിട്ട് ചെയ്യണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് ആലോചനകൾ വരുമ്പോൾ അതിനനുസരിച്ച് അന്വേഷിച്ച് ചെയ്യാം. മക്കളുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ?
മക്കളില്ലാത്തതായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല. മക്കളുള്ളതൊക്കെയാണോ? മക്കളുള്ളവരായിരുന്നാലും കുഴപ്പമില്ല. അവർക്ക് താല്പര്യമാണെങ്കിൽ നമുക്കൊരു വിഷയമില്ല. കാരണം ഇപ്പം പല സ്ഥലത്തും പല പ്രശ്നങ്ങളും നടക്കണമുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംശയപരമായ പല കാര്യങ്ങളും ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് പെൺപിള്ളേരുള്ള ഒരു വ്യക്തിയാകുമ്പോഴേ അവർക്ക് നമ്മളോട് കൂടുതൽ വിശ്വാസക്കുറവായിരിക്കും. അതെ. അപ്പോൾ അതായത് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചത് ഡിവോഴ്സൊക്കെ ആയി, പക്ഷേ പെൺമക്കളൊക്കെ ഉള്ളവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിയുമ്പോൾ സ്വന്തം മകളെ പോലെ തന്നെ ഈ കല്യാണം കഴിക്കുന്ന ആൾ നോക്കുമോ എന്നുള്ളൊരു ഭയങ്കരമായൊരു പേടിയൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പിന്നെ അതിപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വരുന്നൊരു കുട്ടി മക്കളാണെങ്കിലൊക്കെ സ്വന്തം മക്കളെ പോലെ തന്നെ നമ്മൾ നോക്കൂലേ? നോക്കണം. അതെ, അതിന് തയ്യാറാണ്. കുട്ടികളൊക്കെ ഉള്ള ഒരാളാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു ജീവിതം വഴിമുട്ടിപ്പോയ അല്ലേ, ആരും ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാകുമ്പോൾ നമുക്കൊരിക്കലും ജീവിതം കൊടുത്ത് ഒരു പുതിയ ജീവിത വിനോദേട്ടന് കെട്ടിപ്പടുക്കണം. അതിന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആളെ അറിയാമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. വിനോദേട്ടൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സമാധാനമായിട്ട് പോവുക, അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നം ഉണ്ടാക്കി നടക്കാറില്ലേ. നമുക്ക് നമ്മുടെ ഒരു ജീവിതമുണ്ട്, അതാണ് നമ്മൾ കണ്ടെത്തി നമുക്ക് മുന്നോട്ടുകൊണ്ട് പോകാറ്. നമ്മൾ ഇവിടെ നിന്ന് വഴക്കൂടിയോ അടിയിൽ കൂടിയിട്ടോ ഒരു പ്രശ്നത്തിനും പോയിട്ട് കാര്യമില്ല. അതെ. അപ്പം നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ആൾ നമ്മളെ നോക്കുന്ന നമുക്ക് സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ എത്ര കാര്യം എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതെ, തീർച്ചയായും. ഏറ്റവും കൂടുതലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു വിഷയം. അതെ അതെ. ഇനിയുള്ള ജീവിതം നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകണം. അതിന് നിങ്ങൾ വിളിക്ക്, വിനോദേട്ടൻ്റെ നമ്പർ കൊടുക്കുക, അതിലേക്ക് വിളിക്ക്. നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ. ഓക്കെ.